ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഹാർട്ട് ഷേപ്പ് മോൾഡ് ഇല്ലാതെ എങ്ങനെ ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനൊരു ബേസ് വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ആ ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്പാച്ചിൽ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ചെറി വേണമെങ്കിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ്സ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രീമിലോട്ട്. ഞാൻ അടുത്ത ലെയർ വയ്ക്കുന്നുണ്ട്. അതും അതുപോലെ തന്നെ ഒന്ന് കറക്റ്റ് ഒന്ന് ഫിക്സ് ആക്കി കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. വിപ്പിംഗ് ക്രീം നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈവനായിട്ട്. ദെൻ നേരത്തെ ചെയ്ത അതേ ആ ഒരു പ്രോസസ്സ് തന്നെ ഇതിലോട്ടും ചെയ്യുക. സ്ട്രോബെറി ക്രഷ്, പിന്നെ ചോക്ലേറ്റ് അത് സ്പ്രെഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. പുറമേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഉള്ളിൽ കൊടുക്കുന്ന ചോക്ലേറ്റിൻ്റെ അളവൊന്ന് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ലെയർ ഞാൻ വെച്ച് കൊടുത്തു. അതൊന്ന് കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ബട്ടർ പേപ്പർ മാറ്റിയിട്ടില്ലായിരുന്നു, അതിനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ആ കേക്ക് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് അതും ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണാനില്ല, കട്ടായി പോയതാണ്. അതിനുശേഷം ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേക്ക് നന്നായിട്ട്. മേൽഭാഗവും സൈഡും എല്ലാം നല്ലതായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ നല്ലപോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഇതിനെ ഒരു 10 മിനിറ്റോളം, കുറഞ്ഞത് 10 മിനിറ്റ്, അത് കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. അത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ കത്തി കൊണ്ടിട്ട് ആദ്യം സെൻറ്ററിലൂടെ ഒരു വര വരയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്ത വര വരയ്ക്കുക. പിന്നെ ഞാൻ ഈ കേക്കിൽ കാണിക്കുന്ന പോലെ അത് ആ 2 ലൈൻസ് ഇങ്ങനെ മുട്ടുന്ന തരത്തിലൊരു വര വരച്ചു കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് ആ വരയിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം വരച്ചിട്ട് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾ കറക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേന് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. 2 ഭാഗവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം മേളിലാണ് നമുക്കിതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗം വന്നിട്ട് ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്നാലേ ആ ഒരു സ്പോഞ്ച് അവിടെ ഒന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം ഞാൻ പതുക്കെ സ്പാച്ചിൽ വെച്ചിട്ട് ആ ഒരു പീസ് ഇളക്കിയെടുക്കുകയാണ്. കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരറ്റം വന്നിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ആ ഒരു അറ്റത്ത് തന്നെ ഫിക്സ് ആക്കി കൊടുക്കുക. നല്ല ഹാർട്ട് ഷേപ്പ് ഒരു കറക്റ്റ് ഷേപ്പിൽ വീഡിയോ കാണുന്ന പോലെ അറ്റത്ത് തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് നീങ്ങിയിട്ടൊന്നും വെക്കരുത്, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ബാലൻസ് വരുന്ന ആ ക്രീമിനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കുക. അടുത്ത സൈഡിലെ കേക്കും ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് ഫിക്സ് ആക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ ആ ബാലൻസ് നിൽക്കുന്ന ക്രീമിനെ ഒന്ന് ഒരു കേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഈവനായിട്ട്, ചിലയിടത്തൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈവനാക്കി കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്കിതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഇനി നല്ല രീതിക്കൊന്ന് ക്രം കോട്ട് ചെയ്യണം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ക്രംസൊക്കെ ഇളകി നിൽപ്പുണ്ട്, അതൊക്കെ ഒന്ന് പോകാനായിട്ട് ക്രം കോട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ആ വരച്ചില്ലേ ആ ഒരു സെൻറ്ററിലൂടെ ഒരു വര, അതൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റാക്കിയിട്ടൊരു വി ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പായി കിട്ടും നമുക്ക്. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ കൂടെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് എല്ലായിടത്തും ക്രീം പറ്റാത്ത ഭാഗത്തൊക്കെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാനിനി ഫുള്ള് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫിനിഷിങ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ഞാൻ ഫിനിഷിങ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കല്ലാതെ ഡയറക്റ്റ് സ്പാച്ചുല വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാകും. ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ക്രീം ഫുള്ള് കൊടുത്തതിന് ശേഷം സ്പാച്ചുല വെച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡ് ഭാഗം ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി മേളിലേക്ക് ഇത് ക്രീം അപ്ലൈ ചെയ്യാണ്. അങ്ങനെ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം വെച്ചിട്ടാണ് ഞാനിതിനൊന്ന് ബാക്കി ഫിനിഷാക്കി എടുക്കുന്നത്. ഓരോ തവണയും സ്പാച്ചുല ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രീം ഇതുപോലെ. അപ്പോൾ എൻ്റെ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർ ബീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടുവെള്ളം വെച്ചിട്ട് ഇതിനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തത്. ഇപ്പോൾ എൻ്റെ കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഒരു ഫോണ്ടൻ ബോയും പിന്നെ കുറച്ച് ഹാർട്ട്സും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഫോണ്ടൻ ബോ ചെയ്യാനായിട്ട് ഒരു റെഡ് കളർ ഫോണ്ടൻറ്റ്, ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള റെഡ് കളർ ഫോണ്ടൻ്റാണ്. ഇനി വേറെ കളർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫോണ്ടൻ്റ് എടുത്തു, കോൺഫ്ലവർ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ നീളത്തിനൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് എത്ര വീതിയാണോ ബോയ്ക്ക് വേണ്ടത് ആ ഒരു വീതി അനുസരിച്ച് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. 4 സൈഡും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബോയുടെ സെൻറ്റർ ഭാഗം നോക്കണം. ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു സ്ട്രിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഗ്ലൂ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എഡിബിൾ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോർമലി എടുക്കുന്നത് നമ്മുടെ പൈപ്പിംഗ് ജെല്ലാണ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യിക്കുക. അതുപോലെ തന്നെ അടുത്ത ഭാഗവും ഓപ്പോസിറ്റ് ആ ഒരു സൈഡും സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനൊന്ന് നിർത്തിയതിന് ശേഷം അതിനെ കറക്റ്റ് പൊസിഷൻ ചെയ്ത് കൊടുക്കാം. ബോയുടെ ആ ഒരു ഷേപ്പിന് പൊസിഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ പൊസിഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും റോൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്താൽ അത് മടങ്ങി പോകാതെ അങ്ങനെ തന്നെ നിന്നോളും, സെറ്റായിക്കോളും. ഇനി ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് വെക്കാനായിട്ടുള്ളൊരു സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു വീതിക്കനുസരിച്ച് ആ ഒരു നീളത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് അത് ഒട്ടിക്കാനായിട്ട് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പ്രസ് ചെയ്ത് തന്നെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അതൊന്ന് ഡ്രൈ ആകാനായിട്ട് വയ്ക്കാം. തലേദിവസമൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എടുക്കുന്നത് ഇതുപോലത്തെ ഫോണ്ടൻ കട്ടറാണ്, ഹാർട്ട് ഷേപ്പിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് വലിയ കുറച്ച് ഹാർട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള കുറച്ച് ഹാർട്ട്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ റിബണാണ്, സാറ്റിൻ റിബണാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫോണ്ടൻ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂറോളം. അതിനുശേഷം എടുത്തിട്ട് റിബൺ ഇങ്ങനെ ഒന്ന് ആദ്യത്തെ സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അവിടെ ഇവിടെ മുട്ടാണ്ട് നോക്കണം, ക്രീം ഇളകിപ്പോരും. അപ്പം അത്രയും കെയർ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് തിരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്.
ഒന്ന് ജസ്റ്റ് ഒന്ന് വിരലോടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫിക്സ് ആകാനായിട്ട്. അപ്പോൾ അടുത്ത സൈഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എടുത്ത് നമ്മുടെ ഫോണ്ടന്റ് ബോ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് സെൻറ്ററിലൊരു കുഴിവ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ബാക്കി പിന്നെ കാണിക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഹാർട്ട്സും നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ തന്നെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു പാറ്റേണിലാണ് വെക്കുന്നത്. ഇതുപോലെ തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സൈഡ് പോർഷനിലൊക്കെ ഇതുപോലെ ഹാർട്ട് ഷേപ്പൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ള് ഹാർട്ട്സും ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ബോയുടെ പുറകിലായിട്ട് ഒരു ചെറിയ ടൂത്ത് പിക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിലോട്ട് കുത്തി ഇങ്ങനെ കേക്കിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത്, ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമില്ല, ഡയറക്റ്റ് വെച്ചാലും ഇരിക്കും. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടൂത്ത് പിക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ആ സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷുഗർ ബോൾ അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലോട്ടൊരു നെയിം ബോർഡ് വെക്കണം. അപ്പം ഞാൻ നോർമലി എപ്പോഴും ചെയ്യും പോലെ തന്നെ ഫോണ്ടൻറ്റിലാണ് പേര് എഴുതി വെക്കാൻ പോകുന്നത്. പിന്നെ അതിന് മുന്നേയായിട്ട് നമ്മളെപ്പോഴും കോൺഫ്ലോർ കൊണ്ടൊക്കെ ഈ ഫോണ്ടൻ്റൊക്കെ നീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ ഇതുപോലത്തെ പൊടിയൊക്കെ ഉണ്ടാവും, കോൺഫ്ലോറൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരിക്കും. ഇപ്പോൾ റെഡ് കളറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്തത്. അപ്പോൾ അതേ പേര് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പേര് ഈ ഭാഗത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കേക്ക് ഫിനിഷായി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കേക്ക് വന്നിട്ട് 1 കിലോയും 167 ഗ്രാമുമാണുള്ളത്. ബോർഡ് അടക്കമുള്ള വെയിറ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 1 kgയുടെ കേക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. Thank you for watching Sheenu's Kitchen.